ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ ഇന്ന് രാവിലെ തന്നെ നല്ല ദോശയും അതിൻ്റെ കൂടെ തന്നെ നാളികേര ചട്നിയാണ് കേട്ടോ. അപ്പോൾ ഉഴുന്ന് ദോശയാണ് കേട്ടോ ഉണ്ടാക്കണത്. പിന്നെ നാളികേര ചട്നിയിൽ ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും ഉപ്പും കൂടി ചേർത്തിട്ടാണ് നാളികേരം അരച്ചെടുത്തത്. എന്നിട്ട് കടുകും വേപ്പിലയും കൂടി കാച്ചിയെടുത്തതാണ് കേട്ടോ. പിന്നെ കുറച്ചധികം അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ഉണ്ണികളുടെ ഡ്രസ്സുകളൊക്കെ ആദ്യത്തെ ട്രിപ്പ് ഞാൻ സോപ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് മെഷീനിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ അലക്കാലം വിചാരിച്ചത് കേട്ടോ. അപ്പോൾ അതിനിടയിൽ ഞാനിപ്പോൾ അതൊന്നായി വരുന്ന നേരം കൊണ്ട് ഞാനിപ്പോൾ പയറൊന്നും ഒടിച്ചെടുക്കാമല്ലോ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഉണ്ണികളുടെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ നല്ല കളിയിലാണ്. അപ്പോൾ ആ സൈഡിലിരുന്ന് അവർ കളിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ സൈഡിൽ തന്നെ കാണാം കേട്ടോ. ആ ദിവസം സുഡാപ്പിയും മണ്ണിൽ കളിക്കുകയാണ്. എത്ര പറഞ്ഞിട്ട് കേൾക്കില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അവിടെ ഇരിക്കട്ടെ, ഇനിയിപ്പോൾ എന്തായാലും കുളിപ്പിച്ചകത്തേക്ക് കയറ്റാലോ എന്ന് വിചാരിച്ചു കേട്ടോ. അതുവരെ എന്തായാലും അവിടെ കളിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ നാളെ നോമ്പ് സ്റ്റാർട്ട് ചെയ്യണം. ഇന്ന് ഡേറ്റൊക്കെ കഴിഞ്ഞു കേട്ടോ. മെൻസസ് പീരീഡ് അതിൻ്റെ ഡേറ്റൊക്കെ കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഇന്ന് കുളിച്ച് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ മറാമ്പിലടിക്കലും പിന്നെ അതുപോലെ തന്നെ നിസ്കാരക്കുപ്പാഴൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ആദ്യം തന്നെ കഴുകി. നിസ്കാരക്കുപ്പാഴം ഞാൻ അതിൽ തന്നെ കഴുകി ഞാൻ വേറെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്നും വാഷിംഗ് മെഷീനിൽ ഇടില്ല കേട്ടോ. അതൊന്നും ഞാൻ കയ്യിൽ തന്നെ അലക്കല്ലുമ്പോൾ വെച്ചിട്ടൊന്ന് കുത്തി എടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ വേറെ കറിയൊന്നും ഉണ്ടാക്കില്ല. ഇന്നലത്തെ സാമ്പാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പയറുപ്പേരിയും കൂടിയാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ പയറുപ്പേരിക്കായിട്ട് ഞാൻ സബോളയും പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ടിട്ടൊന്ന് വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളി കഴിഞ്ഞു, അതുപോലെ തന്നെ കുഞ്ഞുള്ളി ഇല്ല, ഒക്കെ കഴിഞ്ഞിരിക്കുക കേട്ടോ. പിന്നെ കുറച്ച് കുത്തമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നാളികേരം കൂടി ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചിട്ട് അതിലേക്ക് പയർ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചേട്ടോ. അപ്പോൾ എന്തായാലും വിചാരിച്ചാൽ ഇനിയിപ്പോൾ ഇന്ന് എനിക്ക് തൃശ്ശൂർക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ പോകുമ്പോൾ സാധനങ്ങൾ മേടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് മേടിക്കുന്നതിനേക്കാളും ലാഭം നമുക്ക് തൃശ്ശൂരിൽ നിന്ന് മേടിക്കുമ്പോഴാണ് കേട്ടോ. പിന്നെ വില കുറവും ഉണ്ടാവും. പിന്നെ അത്യാവശ്യം കുറച്ചധികം സാധനങ്ങൾ മേടിക്കുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും പോകുന്നതല്ലേ, അപ്പോൾ അവിടെ നിന്ന് മേടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ എന്തായാലും വിചാരിച്ചിരുന്നു ഇപ്പോൾ ഇന്ന് നോമ്പ് ഇത്രയായി, ഇനിയിപ്പോൾ 27 രാവാകുമ്പോഴേക്കും നമുക്ക് എന്തായാലും വീണ്ടും ഒന്ന് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യേണ്ടി വരും. പിന്നെ ഈ ഡേറ്റ് കുളി നടക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് അതും കൂടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ 27 രാവിലെ നമുക്ക് വേറെ ഒതുക്കലും പിടിക്കലൊന്നും വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഒക്കെ കൂടി ഇന്ന് തന്നെ അങ്ങോട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീഡിയോ അധികമൊന്നും നമുക്ക് നീട്ടി കൊണ്ടുപോകാൻ പറ്റില്ല, സ്റ്റോറേജ് ഫുള്ളായ കാരണം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഞാൻ അതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഉപ്പേരിയൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ വിറക് ഞാൻ ഞായറാഴ്ച മേടിച്ച വിറകായിരുന്നു. അപ്പോൾ അതൊന്നും വെയിലത്തിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വെറുതെ അങ്ങനെ ഇട്ടിട്ടുള്ളൂ, ഒന്നും നിരത്തി ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് നിരത്തി ഇട്ടു. പിന്നെ ഞായറാഴ്ച കാലത്താണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും ഒന്ന് തൃശ്ശൂർക്ക് പോയിട്ടുണ്ടായിരുന്നു. ഉമ്മയും പെങ്ങളും ഞായറാഴ്ച പോയി. അപ്പോൾ അവർ പോണ കൂട്ടത്തിൽ അവരെ കൂടെ തന്നെ പോയതാണ് കേട്ടോ. ഉമ്മ ഉണ്ണികൾക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് പൈസ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ പോയി അവരുടെ കൂടെ അവർക്ക് ഉണ്ണികൾക്ക് ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു. തൃശ്ശൂർ വന്നിട്ടാണ് എടുക്കാറ്. ഇനിയിപ്പോൾ വേറൊരു ദിവസം വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോകുമ്പോൾ ഒരുമിച്ച് പോകാമെന്ന് വെച്ചിട്ടോ. അപ്പോൾ പിന്നെ എനിക്കായാലും പിന്നെ ഒറ്റയ്ക്ക് ഉണ്ണികളും കൊണ്ട് ഇടങ്ങേറാവണ്ടല്ലോ. അവരുള്ളപ്പോൾ അവരെ കൂടെ തന്നെ എടുത്ത് എന്നെ ഇങ്ങോട്ട് ഓട്ടോറിക്ഷയിൽ കയറ്റി വിടുകയും ചെയ്തു. നാത്തൂനും ഉമ്മയും ബസ് കയറി പോവുകയും ചെയ്തു കേട്ടോ. ഉമ്മ മലപ്പുറത്തേക്കും പോയി, നാത്തൂനും ഒറ്റപ്പാലത്തേക്കും പോയിട്ടോ. അങ്ങനെ അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ എനിക്ക് കുറച്ച് പണികളൊക്കെ ഇവിടെ ബാക്കി ഉണ്ടായിരുന്നു. വിറക് ഒന്ന് ഇടൽ, പിന്നെ ഇന്ന് അത്യാവശ്യം പണികളൊക്കെ ഇന്ന് ചെയ്ത് തീർത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ 27 രാവിനായിട്ട് പ്രത്യേകിച്ച് നമുക്കിനിപ്പോൾ ഒന്നും ചെയ്യാനായിട്ടൊന്നുമില്ല കേട്ടോ. ക്ലീനിങ്ങും കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ മറാമ്പിലടിക്കൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ അടിച്ചൊക്കെ വാരി തുടച്ചിട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാനവിടെ ആ തുണി ആറിയിടലും വിറകൊക്കെ ഒന്ന് ഒതുക്കിടാൻ വേണ്ടി പോയ സമയത്ത് പാത്തോസിൻ്റെ പണിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പേരി വയ്ക്കുന്നതിൻ്റെ ഇടയിൽ അവൾക്ക് വേപ്പില പൊട്ടിച്ചപ്പോൾ അവൾക്കും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവൾ അതൊക്കെ ഇവിടെ ഒന്ന് എടുത്തിട്ടിട്ടുണ്ട്. പിന്നെ കുപ്പിയൊക്കെ അവിടെ ഇവിടെയൊക്കെ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇതും കൂടി ഒന്ന് അടിച്ച് വാരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ പാത്തോസിനെ ഒന്ന് കുളിപ്പിക്കണം, എനിക്കൊന്ന് കുളിക്കണം. സുഡാപ്പി കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കണല്ലോ, ഇപ്പോൾ കുളിക്കില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ വെയിലറിക്കുന്നല്ലേ ഉള്ളൂ, അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ അത്യാവശ്യം പണികളൊക്കെ നേരത്തെ തന്നെ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ മറാമ്പിലടിക്കാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നോമ്പിനെല്ലാം ക്ലീൻ ചെയ്ത കാരണം കൊണ്ട് അധികം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ.
പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അടിക്കുന്നതാണ്. അങ്ങനെ മാസങ്ങളും ദിവസങ്ങളൊന്നും കാത്തിരിക്കാറൊന്നുമില്ല കേട്ടോ. അടിക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ കയ്യോടെ ഞാൻ അടിച്ചെടുക്കാറാണ് കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് കഴിഞ്ഞു, അടിച്ചൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ശേഷം ഇവിടെ പുറത്ത് ഞാൻ പയർ നന്നാക്കിയതിൻ്റെ തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവളിത് എവിടെയും വേപ്പിൻ്റെ ഇലയൊക്കെ ഒന്ന് ഒടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വാരി ഇനി ഇവിടെ ഒന്ന് തുടച്ചെടുക്കണം. പിന്നെ അധികം ഞങ്ങളിവിടെ പുറത്താണ് വന്നിരിക്കാറ് കേട്ടോ. ഈ പടിയുമ്മലാണ് വന്നിരിക്കാറ്. അകത്ത് ചൂട് കൂടുതലായ കാരണം അകത്തിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അടുക്കളയിലായാലും ഷീറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ തകരത്തിൻ്റെ ഷീറ്റായ കാരണം അടുക്കളയിൽ ഇരിക്കാൻ പറ്റില്ല. ഇറയത്താണെങ്കിലും തീരെ ഇരിക്കാൻ പറ്റില്ല. ഇറയത്ത് പിന്നും ആദ്യമൊക്കെ ഇരിക്കാൻ പറ്റിയായിരുന്നു കേട്ടോ. മാവ് ഫ്രണ്ടിൽ തന്നെ മാവുള്ള കാരണം. പക്ഷേ ഇപ്പോൾ അതൊന്നും നോക്കിയിട്ടൊരു കാര്യമില്ല കേട്ടോ. നല്ല പോലെ ചൂടാട്ടോ. അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.